പാലക്കാട് ഒറ്റപ്പാലം പഴയ ലക്കിടിയിൽ പട്ടാപ്പകൽ അംഗനവാടി വർക്കർമാരുടെ മാല കവരാൻ ശ്രമം. മുഖത്ത് മുളക് പൊടി എറിഞ്ഞുകൊണ്ടാണ് കവർച്ചയ്ക്ക് ശ്രമം നടന്നത്. അംഗൻവാടിയിൽ കുട്ടികളോടൊപ്പം ഇരിക്കുന്നതിനിടെയാണ് സംഭവം. മോഷണ ശ്രമത്തിന്റെ CCTV ദൃശ്യം മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. അരുൺ ശങ്കർ ചേരുന്നുണ്ട്. അരുൺ, കവർച്ചാ ശ്രമം നടന്നു. പോലീസിന് ആളുകളെക്കുറിച്ച്, മോഷ്ടാക്കളെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചോ? മോഷ്ടാവിനെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചില്ല. പക്ഷേ ഇയാൾ ഈ അങ്കണവാടിയിലേക്ക് എത്തുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യുവാവാണെന്നുള്ളത് ആ ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാണ്. തല തൊപ്പിവെച്ച് മറച്ചിരിക്കുകയാണ്, മുഖം തൊപ്പിവെച്ച് മറച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 കൂടിയാണ് ഇയാൾ അങ്കണവാടിയിലേക്ക് വന്നത്. തൻ്റെ 2 മക്കളെ അങ്കണവാടിയിൽ ചേർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അതിനകത്ത് കയറി. അതിനുശേഷമാണ് അധ്യാപികയായ കൃഷ്ണകുമാരിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. ഇയാളുടെ മക്കളുടെ പേരുകൾ സർവേ ബുക്കിൽ എഴുതാൻ വേണ്ടി കുനിഞ്ഞപ്പോഴാണ് മുഖത്തേക്ക് മുളക് പൊടി വാരി എറിഞ്ഞ ശേഷം കഴുത്തിൽ കിടന്ന 3.5 പവൻ തൂക്കമുള്ള മാല പൊട്ടിക്കാൻ ശ്രമിച്ചത്. ഇയാൾ മാല പിടിച്ചപ്പോൾ അധ്യാപികയും കഴുത്തിൽ പിടിച്ചു. ഇതിനെ തുടർന്നുള്ള പിടിവലി ഉണ്ടായി. അധ്യാപികയ്ക്കൊപ്പം അവിടെ ഉണ്ടായിരുന്ന അംഗനവാടിയിൽ ഉണ്ടായിരുന്ന കുട്ടികളും നിലവിളിച്ചു. ഈ നിലവിളി ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് വിവരം എവിടെ നിന്ന് ലഭിക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. കാരണം ഇയാൾ മലയാളിയാണെന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാനക്കാരനൊന്നുമല്ല, മലയാളിയാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ രൂപസാദൃശ്യമൊക്കെ വെച്ചിട്ട് ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നാട്ടുകാരൊക്കെ ഞെട്ടിച്ച സംഭവമാണ്. കാരണം സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്നതാണ് അംഗനവാടി എന്നൊക്കെ പറയുന്നത്. കാരണം കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ അവിടേക്ക് ഇയാൾ അതിക്രമിച്ചു കയറി എന്നുള്ളത് തന്നെ വളരെ ഗൗരവ സ്വഭാവമുള്ള വിഷയമാണ്. എന്തായാലും ഈ CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് ഇയാളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ്. ശരി, അരുൺ ശങ്കറാണ് മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. മോഷ്ടാവിനെ കുറിച്ച് ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള സൂചനകൾ പ്രകാരമുള്ള അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്.